ധനവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ രംഗത്ത്. PSC സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ലെന്ന ധനവകുപ്പിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്കൗണ്ടന്റ് ജനറലിനെ അല്ലാതെ മറ്റാരെയും PSCയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം PSCയും ധനവകുപ്പും തമ്മിലുള്ള തർക്കം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാളെ യോഗം ചേരും. കഴിഞ്ഞ കുറച്ചു നാളുകളായി PSCയും ധനവകുപ്പും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് PSC ചെയർമാൻ ധനവകുപ്പിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ലെന്നും ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നുവെന്നുമുള്ള ധനവകുപ്പിന്റെ ആരോപണങ്ങളെ ചെയർമാൻ തള്ളി. സാമ്പത്തിക ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവ് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒന്നാണ്. ലക്കും ലഗാനുമില്ലാത്ത രീതിയിൽ ചെലവ് നടത്തുന്നു എന്നാണ് അവരുടെ ആക്ഷേപമായി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് എനിക്ക് വ്യക്തമല്ല. PSCയുടെ മുൻവർഷങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ടന്റ് ജനറൽ പരിശോധിച്ച് ശരിവെച്ചതാണ്. ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ കണക്കുകൾ പരിശോധിക്കാനുള്ള അവകാശം അക്കൗണ്ടന്റ് ജനറലിന് മാത്രമാണെന്നും അതിനാലാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തെ തടഞ്ഞതെന്നും ചെയർമാൻ പറഞ്ഞു. ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനാ വിഭാഗത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയിട്ടില്ല. മറിച്ച് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ വന്നപ്പോൾ ആ ആക്ഷേപങ്ങളെക്കുറിച്ച് ലോക്കലായിട്ടുള്ളൊരു അന്വേഷണം നടത്തണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം PSC ചെയർമാനും അംഗങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ട്രഷറി നിയന്ത്രണത്തിലുള്ള അതൃപ്തി സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി നാളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ ധനമന്ത്രി, PSC ഉപസമിതി അംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.